അല്ലാതെ നമ്മുടെ കൂടെയുള്ളവന്മാരൊക്കെ എന്തുവാണ് അവിടെ കാണിച്ചു കേട്ട തെറി എന്റെ പൊന്നേ. നീ ഒന്നും മറന്നില്ലോടാ. നിങ്ങൾ എന്തോത്തിനാടാ രണ്ടെണ്ണം കൂടെ കിടന്ന് ഇങ്ങനെ കിണിക്കുന്നേ? എന്റെ അമ്മ ബാംഗ്ലൂരിൽ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇവരത് മൈസൂർ പോകാൻ വേണ്ടി ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത്. ഞാൻ പറഞ്ഞ കളിയെ എടുക്കണ്ടെന്ന്. നേരെ വണ്ടി ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ പിന്നെ ഇവിടുന്ന് പോയി ഇവനെ രക്ഷിക്കാൻ. എന്റെ അമ്മ വണ്ടി അനങ്ങുന്നില്ല. അപ്പൊ ഒരു പോലീസരെ വന്നിട്ട് എടുത്ത് മാറ്റാന്ന് കൊടുത്ത് 2 എണ്ണം. ഇവൻ വന്നാ രക്ഷിച്ചത്. എനിക്കറിയാവടാ, നീ ഒന്നും പറയണ്ട. നിന്റെ അപ്പൂപ്പൻ മരിച്ചു കിടന്നപ്പോഴേ തെക്കോട്ട് കൊണ്ട് വെച്ചില്ല. അതിനു മുമ്പേ നീ സ്ഥലം വിട്ടവൻ എന്നെ തനിച്ചാക്കിയും വെച്ചു. നീ ഒന്നും പറയാതെ. അമ്മേ സുഹൃത്തുക്കളാകുമ്പോഴേ അങ്ങനെയൊക്കെയാ. സുഹൃത്തുക്കള് കേട്ടോ മോളെ, ഭയങ്കര സ്നേഹം രണ്ടും കൂടെ. ഒരു കുഴി ചാവാൻ ഇരിക്കുക. രണ്ടുപേരും കൂടെ പഠിച്ചതാ. ഒരു പായലേ ഉറങ്ങത്തുള്ളു, ഒരു പാത്രത്തിലെ തിന്നത്തുള്ളു. എന്തോ ഒരു സ്നേഹമാ. ഇതുപോലെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അമ്മേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതെനിക്കറിയാം. മടി കാരണം അവനിങ്ങ് പോന്നു. നീ അവിടെ നിന്നു ഞങ്ങളുടെ നിർബന്ധം കാരണം. ഓ ആ രേഖേ, നീ പഠിച്ചോണ്ടിരിക്കുമല്ലയോ? എന്റെ ജോലിക്കാരി എന്തായി? അവളുടെ ജോലിക്കാരി എന്തോ കളിയാ. കല്യാണം കഴിച്ച് അന്ന് മുതൽ പഠിക്കുക. കുറേ എക്സാം ഒക്കെ പാസ്സായി. ഇനി ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട്. അതോടെ കിട്ടിയവർക്ക് ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങ് പോരും കേട്ടോ. അത് എപ്പോഴേ പറയൂ. അപ്പൊ ഈ വട്ടം പൊട്ടുവോ? പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എക്സാം നടത്തിക്കൊണ്ടിരുന്ന ബോർഡ് മാറാൻ പോവാ. ഞാനിപ്പോൾ എക്സാം എഴുതുന്നതിൻ്റെ ലാസ്റ്റ് ബോർഡായത്. എഴുതുന്ന 80% പേരും പാസ്സാവുമെന്നാണ് പറയുന്നത്. ഈ വർഷം ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ ഈ വർഷം കിട്ടും. ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നീ തെങ്കാശി തിരുമലക്കോവിൽ അമ്പലത്തിൽ പോകാൻ വരുന്നു. എന്റെ അളിയ, ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിരുന്നതാ. പോയാലോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വരാം. എക്സാം ഒക്കെ വരുമല്ലയോ, അമ്പലത്തിലൊക്കെ പോയിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കത്തില്ലേ? നിനക്ക് എന്താടി പഠിക്കാനൊന്നും ഇല്ലയോ? നീ പോയിരുന്ന് പഠിക്കുക, ഞങ്ങൾ പോയിട്ട് വന്നോളാം. ഇന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഹണിമൂണിനോ പോയിട്ടില്ല. ഹണിമൂണിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴല്ലേ അന്ന് ചേട്ടൻ്റെ അച്ഛന് വയ്യ ആശുപത്രിയിലാന്ന് പറഞ്ഞ് പിന്നെ പോയില്ലല്ലോ. ഒന്ന് കൊണ്ടുപോ ചേട്ടാ. എന്റെ മക്കളെ എന്നെ കൂടെ കൊണ്ടുപോടാ. അമ്മയ്ക്ക് എന്തു അമ്മ? എന്ത് കാര്യത്തിന് അമ്മയെ കൊണ്ടുപോകുന്നേ? ആ മലയുടെ മണ്ടയ്ക്കൊണ്ട് കയറുമ്പോൾ ശ്വാസം മുട്ടില്ല, വയറിളക്കം, ഛർദ്ദില്. ഞാൻ ആശുപത്രി പോകണം, അമ്പലത്തിൽ പോകണം. അമ്മ അവളൊറ്റയ്ക്കല്ലേ വന്ന്. അവളോട് കൂടി നീ എന്താ ഡേറ്റ് പറ. എന്നാ പിന്നെ നാളെ തന്നെ പോ. ഒറ്റ മിനിറ്റ്, നാളെ തന്നെ പോയേക്കാം. നീ വെള്ളം എടുത്ത് കുടിക്കടാ. വെള്ളം മാത്രമല്ല, കഴിക്കാനൊന്നുമില്ല. നീ ഉച്ചയ്ക്കുണ്ടോ? അവൻ ഉച്ചയ്ക്കുണ്ടോ? അവന് കഴിക്കാമല്ലോ നമുക്ക്. ഞാനേ പറഞ്ഞെന്താണെന്നറിയോ അളിയ, നിന്റെ സാധനം ഏതായിരിക്കുന്നത്? സ്കോച്ചുണ്ട്. നിനക്ക് പഠിക്കാനൊന്നും ഇല്ലയോ? പോയിരുന്നു പഠിച്ച പരീക്ഷയല്ലേ വരുന്നേ? അല്ലേ? ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. എടുത്തു. അതെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേയുടെ കാര്യം എങ്ങനെയാ? പരിചയമില്ലാത്ത നാടാ. എന്തിനാ സ്റ്റേ? എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്, അവിടെ കിടക്കാം. 2 ദിവസം കാര്യമില്ല, അവിടെ കിടന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ നമുക്ക് വരാം. അയ്യോ ഇതും വിളിക്കുന്നല്ലോ. അളിയാ പറയടാ. ഓ നീ പറഞ്ഞോ. അയ്യോ ഞാൻ ഇപ്പോൾ വരാം. എടി മിഥുനാ വിളിച്ചത്. അവൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെന്ന്. കൊണ്ടുപോയിട്ട് വരട്ടെ. ഞാനൊന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന്. നിങ്ങൾ എന്തിനാ പോകുന്നത്? എടി എന്നെ അവൻ വിളിച്ചില്ലേ? അപ്പൊ എന്റെ എക്സാമോ? എന്നാ പിന്നെ കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്കൊന്ന് പോ. ഒറ്റയ്ക്ക് പോകാനോ? എനിക്ക് അറിയാമേത് നാടാ. ഞാൻ അവിടെ പോയി എന്തോ ചെയ്യാനാ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അയാളുടെ അമ്മയെ അയാൾ കൊണ്ടുപോകും. നിന്റെ ആങ്ങളെ ഇവിടെ നിന്ന് വരാൻ പറയടി. ഗൾഫിലായിരിക്കുന്ന ആങ്ങളെ എങ്ങനെ എന്നെ വന്ന് കൊണ്ടുപോകും? അത് ശരിയാന്നിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പോടി. ആരെ വിളിച്ചോണ്ട് പോകാനാ? നിങ്ങളല്ലേ പറഞ്ഞ കൂട്ടുകാരന്റെ വീട്ടിൽ സ്റ്റേ ഒക്കെ ഉണ്ടെന്ന്. എന്നാ പിന്നെങ്ങനെ എഴുതാ എക്സാം? എക്സാം പിന്നെ എഴുതാനോ? എനിക്ക് ഇപ്പൊ തന്നെ എഴുതണം. എന്നാ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, ഞാൻ പോയിട്ട് താ വരുന്നു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം? എനിക്ക് ട്രെയിൻ പോവുന്ന. വന്നോ? 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായില്ലോ പോയിട്ട്. എന്തോത്തിനാ വന്നത്? എടി ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബോധമില്ല. നേരെ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് തള്ളി. നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെ നിന്നും തള്ളി. നേരെ വലിയൊരു ആശുപത്രി തമിഴ്നാട്. എങ്ങനെ തിരിച്ചു വരും? എന്നാ പിന്നെ എന്നെ കൂടെ കൊണ്ടുപോകൂടായിരുന്നു? അവിടെ അടുത്തായിരുന്നല്ലോ എനിക്ക് എക്സാം. എഴുതിയിട്ടെങ്കിൽ പോരായിരുന്നല്ലോ. എക്സാമിന് പോയായിരുന്നോ നീ? എക്സാം നന്നായിട്ട് എഴുതി, എളുപ്പമായിരുന്നു. എനിക്ക് റാങ്കും ഉണ്ട്. ഞാൻ അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ പോവാ. നീ എന്തോ പറയുന്നത്? അവനെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനല്ലേ ഉള്ളൂ, നമ്മളല്ലേ വിളിക്കേണ്ടത്. എന്നാ പിന്നെ അവനെ ഞാൻ കെട്ടിയാ പോരായിരുന്നോ? എന്നെ എന്തിനാ കെട്ടാൻ വന്നത്? ഓ അന്നേക്കുന്നു. നീ ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. എക്സാം നമുക്ക് അടുത്ത വട്ടം എഴുതാം. എനിക്ക് എഴുതണ്ടെങ്കിലോ?
എടി നീ എന്നോട് ക്ഷമിക്ക്. സോറി സോറി സോറി. ഇത്രയും സോറി പോരെ നിനക്ക്? എപ്പോഴും കൂട്ടുകാരൻ 24 മണിക്കൂർ. എടി ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ. ബാ നമുക്ക് വെളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാം. എനിക്ക് വേണ്ട. എടി വാടി നമുക്ക് പോയി മന്തി കഴിക്കാടി. സോറി എടി, എന്നോട് ക്ഷമിക്കടി നീ ഒന്ന്. അമ്മയുടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഫുഡ് അപ്പോൾ പോട്ടു. ആർക്ക് വേണം? നമുക്ക് പോകാം. ബാ ചിരിച്ചേ. ആ അത്രേ ഉള്ളൂ. പോയി ഡ്രസ്സ് മാറാം. ചടക്കൂടെ അളിയാ പറയടാ. ആ ഫ്രീയാ. പോവാലോ. ആ ശരിടാ ശരി പോരെ. എന്തുവാ? മിഥുനാ വിളിച്ചേ. എന്തിന്? അവനൊരു പടത്തിന് പോകണമെന്ന്. എന്നിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. എന്റെ പൊന്നു മനുഷ്യ, അവന്റെ തള്ളയല്ലേ ചാവാൻ വേണ്ടി ആശുപത്രി കിടക്കുന്നത്. എന്നിട്ട് അവനിപ്പോ പടത്തിനുണ്ടാക്കിയേ പറ്റത്തുള്ളൂ. 2 ദിവസം ഹോസ്പിറ്റലൊക്കെ നിന്ന് അവൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ. നമ്മളൊരു ഒരു മാനസിക ബലം കൊടുക്കണ്ടേ? അവന്റെ തള്ളയുടെ കൂടെ പോയി ഇരുന്നൂടെ? അല്ല അതിന് ഞാൻ നാളെ പോകുന്നുണ്ട് കഞ്ഞിയും കൊണ്ട്. കൊള്ളാലോ. ഏത് പടത്തിനാ പോകുന്നേ? ബ്ലാസ്റ്റ്. നിങ്ങളത് കണ്ടല്ലേ മനുഷ്യ? കണ്ടേ, അവൻ്റെ കൂടെ പോയി കാണുമ്പോഴേ അവനൊരു മാനസിക സപ്പോർട്ട് കിട്ടും. ഇതിപ്പോ എന്തോ ചെയ്യണം? 2 മിനിറ്റ്. 2 മിനിറ്റ് കൊണ്ട് പടം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ വരും. ഞാൻ വരും, സത്യമായിട്ടും വരും. അമ്മയ്ക്ക് എന്താ പറ്റി? ഞാൻ ഈ ശ്വാസം മുട്ടൽ മക്കളെ, എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോടാ. അമ്മ സമയം ഞാൻ 2 മിനിറ്റ് ഞാൻ പോയിട്ട് വന്നിട്ട് മതിയോ? നീ ഇവിടെ പോവാ? ഞാൻ ബ്ലാസ്റ്റ് കാണാൻ പോവാ. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നമ്മേ? എന്തുവാടാ എങ്ങനെ ഇരിക്കുന്നെന്നോ? നീ 2 മിനിറ്റ് ഒന്നും പറഞ്ഞോണ്ട് പോയതല്ലയോ? എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സമയമായപ്പോഴല്ലേ നീ വരുന്നത്? ആ പെങ്കൊച്ച അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സമയത്ത് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പൊ അങ്ങനെ ഉണ്ടോ അമ്മയ്ക്ക്? അസ്വസ്ഥതയൊക്കെ കുറവുണ്ടോ? എനിക്ക് വയറ്റിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത. എനിക്ക് ജാതി ഇരുട്ടിയൊക്കെ ചെയ്യുന്നത്, ഛർദ്ദിക്കണം. നീ വണ്ടി ഒന്ന് നിർത്തിയേ, ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങട്ടെ. വണ്ടിയിലങ്ങ് ഛർദ്ദിക്കല്ലേ? എനിക്ക് ഇറങ്ങ പോയി ഛർദ്ദിച്ചിട്ട് വാ. പെട്ടെന്ന് പോ. മച്ചാനെ പറയടാ, ഞാന് ഫ്രീ ആളിയാ, പറഞ്ഞോ. ഓ ദാ എത്തി. അമ്മ ഒരു 2 മിനിറ്റ്. ഇവനെന്തിയേ? ഇവനെവിടെ പോയി? ഇത് യോ എവിടാ സ്ഥലം? എന്റെ ദൈവമേ, എന്തോ കന്നിമലയോ? ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? ഇവനെന്തിയേ? എന്റെ ദൈവമേ. യോ ഞാൻ വന്നപ്പോൾ പോലെ ശ്രദ്ധിക്കും. നമ്മുടെ കാലിന് എന്താ പറ്റി? വയ്യേ? ഒന്നും പറയണ്ട മോനെ, കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി നടന്നു ഞാൻ. ഓരോരുത്തന്മാര് കാണിച്ചു കൂട്ടുന്ന കാര്യമൊന്നും പറയണ്ട. ചേട്ടാ ജോലി എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നോ? ജോലിയുടെ കാര്യമാ. ജോലിയൊക്കെ പോയടി. അയ്യോ പോയോ? അതൊക്കെ അങ്ങ് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നാട്ടിൽ എന്തെങ്കിലും നോക്കണം. നാട്ടിൽ നോക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരത്തില്ല ചേട്ടാ? ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. പിന്നെ അവളുടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പില്ലയോ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യണം. അതിന് നാത്തും തരുമോ? തരത്തില്ല, ചോദിച്ച് വാങ്ങിക്കണം. പക്ഷെ തന്നാലും കുറച്ച് കണക്ക് കേൾക്കേണ്ടി വരും. അല്ല അവൻ എങ്ങനെ ഇരിക്കുന്നു? കുഞ്ഞിന് സുഖമായിട്ടിരിക്കുന്നു? ഒത്തിരി നാളായി കണ്ടിട്ട്. അവൻ വീട്ടിലുണ്ട്. ആ കാര്യം കൂടെ പറയാനാണ് ഇങ്ങോട്ട് വന്നത്. അവനെ ഓർക്കുമ്പോഴൊരു ആശ്വാസം. പിന്നെ ഇനി അവൻ്റെ ചിരിയും കളിയൊക്കെ കണ്ട് വീട്ടിൽ ഇരിക്കാമല്ലോ. അല്ല അതാണ് അവിടുന്ന് മോനെ ഇനി പറഞ്ഞു വിട്ടത്. അളിയാ ചേട്ടൻ നിങ്ങൾ സംസാരിച്ചിരിക്കുക കേട്ടോ. ഞാനേ അമ്മേ നമുക്ക് പോയി ഫുഡ് വല്ലതും ഉണ്ടാക്കാം. കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ചേട്ടാ. എന്ത് വളയാ, അളിയൻ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ്, എന്നിട്ട് നമ്മളെ ഒന്നും വിളിച്ചില്ല. സ്കോച്ച് കൊണ്ടുവന്നു. അയ്യോ, നാട്ടിലോട്ട് വന്ന പാട് എനിക്കറിയാം. എൻ്റെ ഇടയ്ക്കാ സ്കോച്ച്. അതൊക്കെ നമുക്ക് ശരിയാക്കി അളിയാ. അളിയാനിപ്പോൾ വന്നതേ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ബുധനാഴ്ച. കുടുംബം അടക്കം വരണം. അളിയൻ പ്രത്യേകിച്ചും വരണം.
ബുധനാഴ്ച ഞാൻ ഫ്രീ. അളിയാ തലേ ദിവസം ഞാനങ്ങ് എത്തി. അളിയാ വാടാ, ഇരിക്കി. സുഖം. അളിയാ പോന്ന്. ഞാനിപ്പോൾ 3 ദിവസമായി. നീ എന്ത് പെട്ടെന്ന്? നമ്മുടെ ജൂബിന്റെ കല്യാണമാണ്. ബുധനാഴ്ച എന്തോ പരിപാടി. ആനന്ദിലേക്ക് അതിലാട്ട നീ പറ. പോണ്ടായോ? പോണം, ഉറപ്പായിട്ട് പോണം. അവന്റെ കല്യാണം മുണ്ടക്കയത്ത് വെച്ചിട്ടാ. ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി സെറ്റപ്പ് ഉണ്ട്. പോയാലോ? സെറ്റ്. അങ്ങനെ തലേ ദിവസം ഇപ്പം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അളിയ പറഞ്ഞാൽ മറക്കല്ലേ, ബുധനാഴ്ച നേരത്തെ അങ്ങ് പറഞ്ഞു. അയ്യോ അളിയ ഒരു കാര്യം ചെയ്യ്, അമ്മയും അവളുടെ തലേ ദിവസം അങ്ങ് വരും. അപ്പം അളിയ ഹാപ്പി ആവത്തില്ലേ? എനിക്കത് ചെറിയൊരു പരിപാടിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഞാനതിന് വൈകുന്നേരത്തേക്ക് അങ്ങ് എത്തിയേക്കാം. വൈകിട്ട് എങ്ങനെയാ? റിസപ്ഷൻ ഇല്ലയോ? അടിക്കണ്ടേ, അമ്മരെല്ലാരും ഉണ്ട്. ഫുൾ ഗ്യാങ്. ഞാൻ കൊണ്ടിട്ട് അളിയ ഒരു കാര്യം ചെയ്യ്, അവരങ്ങ് എത്തും. ഞാൻ സമയം പോലെ അങ്ങ് എത്തിയേക്കാം. മോനെ വന്ന് കാണാം. ഒരു കാര്യം ചെയ്യ് അളിയ, 2 മിനിറ്റ് അളിയ വന്ന്. അളിയ വാ 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 വാ. എടാ സത്യം പറഞ്ഞാൽ എന്തോ വേണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താടാ കാര്യം പറ. എടാ വീടിൻ്റെ കേസും കാര്യം നിനക്കറിയാമല്ലോ. എനിക്ക് കുറച്ച് പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് വേണം. പൈസ കാര്യമാണോ? നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എത്ര രൂപയാ? ഒരു 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയോ? അത് പാടായിരിക്കും അളിയാ. എടാ നിൻ്റെ സാലറി എന്തെങ്കിലും അറേഞ്ച് ചെയ്താടാ. സാലറി എന്തോ കിട്ടാനാടാ? ഒന്നാമതെ കമ്പനിയിലെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുമോ. എൻ്റെ കൂടെ സൈറ്റിലാണെങ്കിൽ പണിയില്ല, ആകെ നഷ്ടത്തില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ വീടൊക്കെ പോടാ. നീ വിചാരിച്ചാൽ നടക്കും. ഒന്ന് അറേഞ്ച്. എൻ്റെ ഈ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് കൈവിടാനും പറ്റത്തില്ലല്ലോ അളിയാ. എടാ നീ അവളോടൊന്നും ചോദിക്കുക, അവൾ സ്വർണ്ണോ എന്തെങ്കിലും ഒന്ന് പണയം വെച്ചിട്ട് ഒരു മാസം ഞാൻ അന്നെ എടുത്തുതരാം, സപ്പോർട്ട് എടുത്തുതരാം. 1 മാസം കാര്യമുള്ളൂ. നീ ടെൻഷൻ അടിക്കാ, സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാന്ന്. ഒന്ന് പോടാ കിടന്ന്. അതെ വാ. സ്വർണ്ണോ? അതിന് എൻ്റെ സ്വർണ്ണമൊന്നും ഇല്ലല്ലോ. ഇനി നിന്റെ കയ്യിലുള്ളത് നീ തന്നാ മതി. ചേട്ടനല്ലേ കഴിഞ്ഞ വർഷം സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടുവച്ചത്, ഇതുവരെ എടുത്തു തന്നിട്ടില്ലല്ലോ. അയ്യോ അത് നീ എടുക്കാറുണ്ടോ? അത് ഇപ്പോഴാണ് ഓർത്തേ. എടി ഞാൻ അവനോട് പറഞ്ഞു പോയി കൊടുക്കാമെന്ന്. നമ്മുടെ ആവശ്യമൊന്നുമല്ലല്ലോ, അയാളുടെ ആവശ്യമില്ലയോ? അയാൾ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചോളൂ. എടി അവനിപ്പോൾ എന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാടി ഇതൊക്കെ ചോദിക്കുന്നേ? എല്ലാ വള്ളിയും അങ്ങ് പിടിച്ചോണം കേട്ടോ. വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറ. നിന്റെ ആങ്ങളോടൊന്ന് ചോദിച്ചാലോ? ചേട്ടൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഭാര്യയുടെ സ്വർണ്ണം അങ്ങോട്ട് പണയം വെച്ച് ബിസിനസ് ചെയ്യാനിരിക്കുവാ. എന്നാ പിന്നെ അത് മതി. അതൊന്നും പറ്റത്തില്ല. എനിക്ക് അവരുടെ മുഖത്ത് പിന്നെ നോക്കണം. അവർ മൂദേവിയാ. എടി പ്ലീസ് എങ്ങനെയും റെഡിയാക്കി 1 മാസത്തിനുള്ളിൽ ഞാൻ എടുത്തു തരാം. ഞാൻ ചോദിച്ചു നോക്കാം. മതി, അത് മതി. പക്ഷേ ഈ പൈസ കൊണ്ട് തികയത്തില്ല, അതാണ് വിഷയം. അമ്മ എന്തി? അമ്മേ, എനിക്ക് 1 മാസത്തെ അവധി. എന്താ ഇത്ര അത്യാവശ്യം? എന്താ? എൻ്റെ മോനൊരു അത്യാവശ്യമുണ്ട്. എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? വെറും 2 ലക്ഷം രൂപ. 2 ലക്ഷം. എന്തോ മൂക്കിന്നാണ് പൈസ വലിച്ചെടുക്കുന്നേ? കുറേ നേരം കൊണ്ട് ഞാൻ നിൽക്കുന്നു. അതെന്തായാലും മറുപടി കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ഈ തള്ളക്കിതാ ഞാൻ പൈസ കൊടുക്കാത്തത്. പൈസ ഞാൻ തരാം. 1 മാസത്തെ കാലാവധി. പലിശ ഇച്ചിരി കൂടുതലാ. അല്ലേലും ഇവിടെ നാട്ടിലെങ്ങും ഇല്ലാത്ത പരീക്ഷയല്ലയോ നിങ്ങൾക്ക്? എന്നൊരു കാര്യം ചെയ്, യുമ്പാട്ടി പോയി പൈസ എടുത്തോണ്ട് വാ. വാ, ഞാൻ ഇനി അതും ചുമന്നുകൊണ്ട് വരണോ? ഇങ്ങോട്ട് വാ. അത് ഞാനിനി അങ്ങോട്ട് വരണോ? പൈസ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. നിങ്ങൾ പലിശ മേടിക്കുന്നില്ലയോ? ഇങ്ങോട്ടും വരുന്ന വാ വേണപ്പോളാ ഇങ്ങോട്ട്. നടാ നീ പറഞ്ഞതിൻ്റെ വിട്ട് 4 ലക്ഷം രൂപയുണ്ട്. എടാ ഇത്രയും പെട്ടെന്ന് നീ പൈസ കിട്ടും ഞാൻ വിചാരിച്ചില്ല. എടാ നിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ പ്രശ്നം. നിൻ്റെ മൂത്ത സന്തോഷം കണ്ടാൽ മതി. താങ്ക്സ് അളിയാ. എന്തിനാടാ താങ്ക്സ്? നീ പോ, കൊണ്ടുവച്ചിട്ടോ. കൊണ്ടുവെക്ക്. അമ്മേ എൻ്റെ കൂട്ടുകാരനാ, പൈസയും കൊണ്ട് വന്നതാ. ഇന്നലെ വായനശാല കാണാം, ഞാൻ കൊണ്ട് ഇറങ്ങട്ടെ. കൊണ്ടുപോകും. ശരിയാമോ അമ്മേ? മൊബൈൽ കൊണ്ടുവന്നില്ലയോ? ഓഫ്, മറന്ന്. ബിസിനസ്സിൻ്റെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമായി. ഇപ്പോൾ അവർക്കൊരു തുക അഡ്വാൻസ് കൊടുക്കണം. ഇപ്പം നീ വാങ്ങിച്ച സ്വർണ്ണം ഇങ്ങോട്ട് തന്നാൽ
അതിപ്പോൾ ഒരു വലിയ ഉപകാരമാവും. തരാം ചേട്ടാ, ഉടനെ തരാം. ഈ തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് പടി? ഇപ്പോൾ 1.5 മാസത്തിന് മേളിലായില്ലേ? അത് എന്താണെന്നറിയോ, ചേട്ടൻ സ്വർണം എടുക്കാൻ പോയപ്പോഴേ ബാങ്ക് അവധിയായിരുന്നു. അതാ, ഉടനെ എടുത്തു തരും. നീ അവൻ്റെ അടുത്ത് കാര്യം പറ. ഇതിൻ്റെ പേരും പറഞ്ഞ് 2 ആഴ്ചയായി അവളെൻ്റെ അടുത്ത് മിണ്ടിയിട്ട്. എനിക്ക് സൗകര്യം തരുന്നില്ല. ഞാൻ പറയാം ചേട്ടാ. ഇനി ഇങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അടുത്ത തിങ്കളാഴ്ച ഞാൻ വരും. എനിക്ക് സ്വർണം കിട്ടിയേ പറ്റും. ചേട്ടാ ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. മിഥുനേ, മിഥുനേ, അളിയോ, മിഥുനേ. ആരാടാന്ന് അറിയണീയേ? അമ്മാമേ, ഞാനിവിടുത്തെ മിഥുൻ്റെ കൂട്ടുകാരനാ. അവൻ എന്തി? അവനും ഇവനും ഒന്നുമില്ല. എന്നെ കളഞ്ഞ അവനൊക്കെ അവൻ്റെ പാട്ടിനും പോയി. നീ ഏതാടാ കുരിപ്പേ? അമ്മ, ഞാനന്ന് അവന് കൊണ്ട് പൈസ കൊടുത്തായിരുന്നു. ഞാൻ ഇവിടെ വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? അയ്യോ അമ്മാമേ, അമ്മാമേ, അമ്മാമേ. ചേട്ടാ, ഈ വീട്ടിൽ ഇതിപ്പോൾ ആരോട് ചോദിക്കുന്നേ? ചുമ്മാ അല്ലേ പെണ്ണുമ്പിള്ളം കളഞ്ഞിട്ട് അവൻ പോയത്. ഇല്ല, അവിടെ പ്രോപ്പർട്ടിയോ? നമുക്ക് നോക്കാം, എങ്ങനെ വെച്ചാൽ നോക്കാം. അതിനപ്പുറത്തുള്ള സ്ഥലവും നോക്കി നിങ്ങൾ. എത്ര സെറ്റുണ്ട്? അത് നോക്ക്. വേണമെന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആ ശരി ശരി, ഓക്കെ. നീ എന്താ വന്നേ? എടാ, ഞാനേ എത്ര ദിവസം കൊണ്ട് നിൻ്റെ പുറകെ നടക്കുമെന്നറിയോ? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചാ ഫോണിൽ? നീ എന്താ ഫോൺ എടുക്കാത്തേ? നീനെ വിളിച്ചായിരുന്നോ? കണ്ടില്ലടാ, ഞാൻ ഈ പ്രോപ്പർട്ടി മേടിക്കാനുള്ള തിരക്കിലേ ഇച്ചിരി ഓട്ടത്തിലായിരുന്നു. മിഥുനെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു. നിങ്ങളുടെ അമ്മാമ്മയൊന്നും പറഞ്ഞില്ലേ? ഞാനിപ്പോൾ അമ്മയെ വിളിക്കാറൊന്നുമില്ല. നിൻ്റെ പുതിയ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ കുറേ വട്ടം നിന്നെ വിളിച്ചു. നീ എന്നാ ആ ഫോണൊന്നും എടുക്കണ്ടേടാ? എടാ, ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നടാ, തിരക്കായിരുന്നു. നീ വന്ന കാര്യം പറ. അളേ, എൻ്റെ പൈസയുടെ കാര്യം എന്തായി? ഓ, പൈസ ആരും ഉണ്ടല്ലേ? എത്ര ആയിരുന്നടാ? 4 ലക്ഷം രൂപ. 4 ലക്ഷം. പക്ഷേ നീ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നെങ്കിലേ ഞാൻ അഡ്വാൻസ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം 15-ാം തീയതി വീട്ടിലോട്ട് വാ നീ. എടാ, എൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്നും ആ ഫിനാൻസുകാരൻ്റെ കയ്യിൽ നിന്നൊക്കെ അമ്മ കടം മേടിച്ചത്. അത് നീ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യടാ. ഞാനേ ഇപ്പോൾ ഒരാൾ വരും, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. നീ വിട്ടോ. എടാ തരാടാ, ഞാൻ പൈസ തരത്തില്ലയോ? നീ പോവാൻ നോക്ക്. പോടാ. ഇത്ര കാശ് ആദ്യമാണോ നമ്മൾ? എപ്പോൾ തരും? എൻ്റെ പൊന്ന് മമ്മൂട്ടി, മമ്മൂട്ടി, എൻ്റെ പൊന്ന് ജിമ്മൂട്ടി, ഒന്ന് സമാധാനം താ. നിങ്ങളുടെ പൈസ ഞാൻ തരാം. 1 മാസത്തെ സാവകാശം എനിക്ക് താ. തരാന്ന് പറഞ്ഞപ്പോൾ എത്ര മാസമായി? ഇങ്ങനെ കിടന്നും ഇളകാതെ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലയോ? അയ്യോ, മേടിച്ചോണ്ട് പോയപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. 1 മാസം കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ 3 മാസമായി. ഞാൻ എവിടുന്നെങ്കിലും വാങ്ങിച്ചു തരാം. ഒന്ന് സമാധാനം തന്നാട്ടെ. മേടിക്കാൻ പോകാനുള്ള സമാധാനം എനിക്ക് തരണ്ടായോ? ജിംബൂട്ടി പഴയ പണി നിർത്തിയത് അറിയാമല്ലോ. ഇപ്പോഴേ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിക്കുക. എന്നെ കൊണ്ട് പഴയ ഡബിൾ ബാറിൽ തോക്കെടുപ്പിക്കല്ലേ. തോക്കൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, പൈസ ഞാൻ തരാം. തരത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി തന്നില്ലെങ്കിൽ നിങ്ങളുടെ 2 കണ്ണിനും ഓരോ വെടി. 2 കണ്ണും പോയാ പിന്നെ ഞാൻ പൈസ എങ്ങനെയാ എണ്ണി തരുന്നേ? ഞാൻ വരും. ജിംബൂട്ടിയാ പറയുന്നത്. കാശ് മേടിച്ചിരിക്കും ഞാൻ. ഭഗവാനെ, ഒരു സമാധാനമില്ലാത്ത ജീവിതമാണല്ലോ സർവേശ്വര. അളിയ, ബഹളം ഉണ്ടാകല്ലേ, ആൾക്കാരൊക്കെ കേൾക്കും. എങ്ങനെ ബഹളം വെക്കാതിരിക്കും? സ്വർണം മേടിച്ച് കൈവച്ചാൽ എത്ര നാളെന്നറിയോ? അളിയ, ഞാൻ ഉടനെ എടുത്തു തരാം അളിയ. 15-ാം തീയതി ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഇനി തന്നില്ലാന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അളിയനത് എടുത്തു തരാം. സത്യമായിട്ട് എടുത്തു തരാം. എന്തോന്ന് 15? അതിന് മുമ്പ് ഇവളൊരു ഡേറ്റ് പറഞ്ഞായിരുന്നു, അതും കഴിഞ്ഞു. ഇനി നിന്റെ 15 ഞാൻ വിശ്വസിക്കണോ? ഇത്തവണ എന്തായാലും എടുത്തു തരും ചേട്ടാ. നാത്തൂനോട് ഒന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞാൽ മതി. നാത്തൂനൊക്കെ വീട്ടിൽ നിന്ന് പോയി, എൻ്റെ ബിസിനസ്സും പോയി, ജോലിയും പോയി.
എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. ഇടി എൻ്റെ കൊച്ചിനെ ഞാൻ ഒന്ന് കണ്ടിട്ട് എത്ര ദിവസമാണെന്നറിയോ? നിനക്കൊന്നും അറിയണ്ടല്ലോ. ചേട്ടൻ അകത്തോട്ട് വന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. 15-ാം തീയതി ഞാൻ വരും. സ്വർണ്ണം എടുത്ത് വെച്ചേക്കണം, ഇല്ലെങ്കിൽ 2ന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ആ എന്തോ നോക്കി നിൽക്കുന്നത്? സമാധാനം ആയല്ലോ, ഒന്ന് പോയി ചോദിക്കുക അയാളോട്. നീ എന്താടാ ഫോൺ എടുക്കാത്തേ? പൈസ മേടിച്ചിട്ട് 5-6 മാസമായില്ലേ? അത്യാവശ്യമായിരുന്നല്ലേ പൈസ, അതെങ്ങനെയും ഒന്ന് തിരിച്ചു തരണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരും, മനസ്സിലായോ? നീ എന്തുകൊണ്ട് ഇതും പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യം എന്തുവാ? ഒരു 100 മിസ് കോളും. അളിയ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, കേസിൽ കിടന്ന വീട് നിനക്ക് തിരിച്ചു കിട്ടി. ഇപ്പം നീ വീടിൻ്റെ വർക്കൊക്കെ എടുക്കുന്നുണ്ട്, സൈറ്റിൽ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിനക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കതൊന്ന് തിരിച്ചു തന്നുകൂടായടാ. നീ വലിയ വർത്താനം പറയുന്നു വേണ്ട. കേസ് ജയിച്ചതേ എൻ്റെ മിടുക്കുണ്ട്, പിന്നെ സൈറ്റിലെ പണി അത് മൊത്തം റോളിംഗ് ആടാ. എൻ്റെ അങ്ങനെ പൈസ ആയിട്ടൊന്നും ഇരിപ്പില്ല, അതൊക്കെ നടന്ന പാടെ എനിക്ക് തന്നെ അറിയാം. അളിയ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ടാണ് നിനക്ക് ആ പൈസ തന്നത്. അവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് നാണക്കേടാ. നീ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തത് എനിക്ക്. എടാ അമ്മയോടും ഭാര്യയോടൊക്കെ മേടിക്കാൻ ഞാൻ പറഞ്ഞു, സമയമാകുമ്പോൾ ഞാൻ തിരിച്ചു തരും. എൻ്റെ ഇല്ലടാ. അല്ല ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊല്ല്, എന്നിട്ട് പൈസ എടുത്തുകൊണ്ട് പോകും. എൻ്റെ പൊന്നളിയെ ഞാൻ ഈ നാട്ടിൽ തന്നെ കാണും, ഞാൻ എങ്ങും ഓടിപ്പോകുന്നില്ലല്ലോ, ഞാനങ്ങ് തരാം. ചേട്ടാ 4 ലക്ഷം ഉലുവ കൊണ്ടല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. എടാ ഈ 4-5 ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ഒന്നും ഇല്ലേ ഇപ്പം? എടാ നിന്നെ 2 മാസം ശമ്പളം മതിയിലൂടെ 4 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. എന്നിട്ട് നീ എന്നോട് കണക്ക് പറയുന്നു, കഷ്ടമാണ് കേട്ടോ അത്. എടാ എൻ്റെ അവസ്ഥ. ഷഫീഖേ ലോഡർ വയ്ക്കോ? റെഡി ക്യാഷ് വേണമെന്നോ? കൊടുക്കാമെന്ന് പറ. ആ ഞാൻ വരാം. എന്തുവായാലും ഇപ്പൊ പൈസ കിട്ടത്തില്ലെന്ന് ഉറപ്പായല്ലോ. ഞാനൊന്നുകൂടെ അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. എന്തിനാ ചോദിക്കുന്നേ? ഇതുവരെ മനസ്സിലായില്ലയോ? അവൻ നിങ്ങളെ പറ്റിക്കുവാ. പൈസ വാങ്ങിയതിന് മുന്നേ നാഴികയ്ക്ക് 40 വട്ടം ഈ വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നല്ലോ. പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര വട്ടം അയാളെ കാണാൻ പോയി? കണ്ടോ? ഇല്ലല്ലോ. എന്റെ പൊന്നു ചേട്ടൻ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അവന് നിങ്ങളുടെ പൈസ തരാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത പൈസ കൊണ്ടല്ലേ അവൻ വസ്തുവും കുന്തങ്ങളും ഒക്കെ വാങ്ങിച്ചത്. എന്നിട്ട് നിങ്ങളുടെ 4 ലക്ഷം രൂപ തരാൻ അവന് വയ്യെങ്കിൽ അവന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനോട് യാതൊരു വിലയില്ല. അത് മനസ്സിലാക്ക്. എടാ മോനെ, നീ അവൻ്റെ ഓരോ കാര്യത്തിനും നീ ഇവിടുന്ന് ഇറങ്ങി ഓടുവല്ലോ. എടാ നീ കാണിച്ച 4-1 ആത്മാർത്ഥത അവൻ നിന്നോട് കാണിച്ചിട്ടുണ്ടോടാ? ഉണ്ടോ? ഇനിയിപ്പോൾ എന്തോ ചെയ്യും? മോൻ വിഷമിക്കണ്ട. എന്തായിരുന്നാലും എന്തെങ്കിലും പരിഹാരം ഇനി കണ്ടെങ്കിലേ പറ്റത്തുള്ളല്ലോ. അമ്മയുടെ ഇച്ചിരി സ്വർണ്ണ വിരിപ്പുണ്ട്, നമുക്കത് പണയം വെച്ചോ വിറ്റോ നമുക്ക് ഇപ്പോഴത്തെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാം. ചേട്ടാ, ഈ പണം കൊടുക്കുന്നവനും അത് വാങ്ങിക്കുന്നവനും ഒരു കാര്യം മനസ്സിലാക്കണം. 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 1 ലക്ഷം രൂപയാണെങ്കിലും അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതെല്ലാവേ അധ്വാനത്തിൻ്റെ ഫലമാണ്. കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കുമ്പോഴേ ആ അധ്വാനമാണ് വേസ്റ്റ് ആവുന്നത്. അത് ഓർക്കുമ്പം നെഞ്ചിനൊരു പെടച്ചിലുണ്ടാവും. മനസ്സിലായോ? ഇനിയെങ്കിലും ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കാൻ നോക്ക്. മോനെ, ഇപ്പം നീ കാണിച്ചത് എന്തോന്നറിയാവോ? നീ പണം കൊടുത്ത് ശത്രുവിനെ വാങ്ങിച്ചത്. നാളെ കാലത്തെ നീ എവിടെ വെച്ചെങ്കിലും അവനെ കണ്ടാൽ നിന്നെ തിരിഞ്ഞും തിരുവഴിയും നോക്കത്തില്ല. നീ ഓർത്തോ? മോനെ, ഇപ്പം നീ കാണിച്ചത് എന്തോന്നറിയാവോ? നീ പണം കൊടുത്ത് ശത്രുവിനെ വാങ്ങിച്ചത്. നാളെ കാലത്തെ നീ എവിടെ വെച്ചെങ്കിലും അവനെ കണ്ടാൽ നിന്നെ തിരിഞ്ഞും തിരുവഴിയും നോക്കത്തില്ല. നീ ഓർത്തോ?